കോർണക്കി ഫുട്ബോളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ട്രാൻസ്ഫർ കഥകൾ തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം ട്രാൻസ്ഫറിലൊക്കെ വളരെയധികം സീരിയസോടെയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഷ്ടിച്ച് 4 ആഴ്ച മാത്രമേ ഇനിയൊരു ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് ആ ഒരു ആയുസുള്ളൂ. അപ്പോൾ അതിനോട് തന്നെ നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യേണ്ടത് ക്ലബുകളുടെ ആവശ്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2-3 കാര്യങ്ങൾ കേട്ടു, 2-3 വിശേഷങ്ങൾ കേട്ടു. അതിലൊന്ന് സോൺ, അദ്ദേഹം ഈ ഒരു സമ്മറോടെ ടോട്ടാനം വിടാൻ വേണ്ടി പോകുന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ് മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞു ഈ ഒരു സമ്മറിൽ ടോട്ടാനം വിടുമെന്ന്. അപ്പോൾ എന്ത് പറയാം, സണ്ണിന്റെ കാര്യം. സൺ ഒരു ലെജൻഡ് അല്ലേ, ടോട്ടാനത്തിന്റെയും അതുപോലെ തന്നെ പ്രീമിയർ ലീഗിന്റെയും ഒരു ജെന്റിൽമാൻ, അധികമൊന്നും ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു താരം എന്ന് വേണം പറയാം. എല്ലാ ക്ലബുകളുടെ ഫാൻസുകാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മാന്യനായ വ്യക്തി. 10 വർഷം ടോട്ടാനത്തിന് വേണ്ടി ബൂട്ട് കെട്ടുന്നുണ്ട്. 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർ കപ്പെടുക്കുന്ന സമയത്ത് ടോട്ടാനത്തിന്റെ നായകനും സോണാണ്. അദ്ദേഹമാണ് ഈ ഒരു സമ്മറിൽ ടോട്ടാനം വിടുന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊന്ന് കേൾക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടത് ലിവർപൂളിന്റെ പുതിയൊരു ജേഴ്സിയുടെ ലിവർപൂൾ അഡിഡാസ് പഴയൊരു വിന്റേജ് കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു പാർട്ണർഷിപ്പ് ലിവർപൂൾ പുതിയൊരു ജേഴ്സി ഇറക്കിയിട്ടുണ്ട്. എന്താ പറയാ, തിങ്സ് ഓഫ് ബ്യൂട്ടി എന്ന് വേണം പറയാൻ. ഇതിനോട് തന്നെ നിരവധി സെയിലുകൾ ഓൾറെഡി നടന്നിട്ടുണ്ട്. റെക്കോർഡ് സെയിലാണ് നടന്നിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അതിൽ തന്നെ ഫ്ലോറിയൻ വീറ്റ്സിന്റെ ജേഴ്സി ഒരുപാട് വിറ്റ് പോയിട്ടുണ്ട്. നമുക്കിനി ട്രാൻസ്ഫറിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആദ്യം നമുക്ക് ലിവർപൂളിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ലിവർപൂളാണല്ലോ ബോംബ് പിടിച്ചത്. 120 മില്യനും പ്ലസ് ആഡ് ഓണും വെച്ചുള്ള ഒരു ഓഫർ ഇസാക്കിന് മുമ്പിൽ, ന്യൂക്കാസിന് മുമ്പിൽ വെച്ചു. പക്ഷെ അത് നിരുപാധികം ന്യൂക്കാസിൽ യുണൈറ്റഡ് നിരസിച്ചു. കാരണമുണ്ട്, അവർ മൊത്തത്തിൽ പാനിക്കിലാണ്. അവർ ഉദ്ദേശിച്ച ടോപ്പ് പ്ലെയറൊക്കെ മറ്റ് ക്ലബ്ബുകൾ വന്ന് റാഞ്ചി കൊണ്ടുപോയി ഒന്ന് എക്കിറ്റിക്കനെ തന്നെ ഇപ്പം ടാർഗറ്റ് ചെയ്ത് വെച്ച ഷെഷ്കോനെയും ഇപ്പൊ യുണൈറ്റഡ് വന്ന് സമീപിച്ചിട്ടുണ്ട്, ഒഫീഷ്യലായിട്ട് തന്നെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പം ഷെഷ്കോയുടെ താല്പര്യം ഇപ്പൊ നേരത്തെ ന്യൂക്കാസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഷെഷ്കോയുടെ താല്പര്യം യുണൈറ്റഡിന്റെ ചേരിയിലിട്ട് യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. ഇപ്പൊ ന്യൂക്കാസിൽ യുണൈറ്റഡ് പാനിക്കിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡീല് നടക്കാതെ പോയത്. ഇപ്പം ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലുള്ള ആ ഒരു ഓഫറിന് ശേഷം ഒരു വിധത്തിലുള്ള ഇതും വന്നിട്ടില്ല. കാരണം ഇനി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, ഞങ്ങൾക്ക് ഇത്ര പൈസ വേണം, ഇത്ര എമൗണ്ട് ഞങ്ങൾ ഇസാക്കിന് വേണം എന്ന രീതിക്കുള്ള ഒരു റിപ്പോർട്ട് ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ലിവർപൂൾ മറ്റൊരു ബിഡിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. പക്ഷെ ലിവർപൂൾ ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ ഒഫീഷ്യേറ്റുമായിട്ടും കോൺടാക്ട് ചെയ്തു, അതുപോലെ തന്നെ ഇസാക്കുമായിട്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നിന്നെ സൈൻ ചെയ്യണമെന്ന് സൈൻ ചെയ്യണം എന്ന് ഞങ്ങളുടെ താല്പര്യമാണ് എന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ ഭാഗത്താണ് പന്ത് കിടക്കുന്നത്. ന്യൂക്കാസിൽ യുണൈറ്റഡ് തീരുമാനിക്കും പ്രകാരമാണ്. കാരണം ന്യൂക്കാസിൽ യുണൈറ്റഡ് ആകെ ഒരു പാനിക്കിലാണ്. അവർ അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ലീഗിലുണ്ട്. തങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി ഉള്ള പ്ലെയർ ഇപ്പോൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ എല്ലാ ട്രെയിനിങ് സെക്ഷനുകളും പ്രീ സീസൺ ടൂറിൽ നിന്നൊക്കെ വിട്ടുമാറി പേഴ്സണലായിട്ടൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ട്രെയിനറെ വെച്ച് പഴയ റൈസ് ഉസാദേസിന്റെ ക്ലബിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ നല്ലൊരു പ്ലെയർ തന്നെ വേണം. അതിന് ഷെഷ്കോയുടെ ഡിമാൻഡ് എല്ലാം അംഗീകരിക്കാൻ ന്യൂക്കാസിൽ യുണൈറ്റഡ് തയ്യാറാണ്. കാരണം ഷെഷ്കോയ്ക്ക് വേണ്ട സാലറി കൊടുക്കാനും അദ്ദേഹത്തിന്റെ ഏജന്റിന് വേണ്ട കമ്മീഷൻ കൊടുക്കാനും ലൈഫ്സിന് ചോദിക്കുന്ന പൈസ കൊടുക്കാൻ വരെ ന്യൂക്കാസിൽ യുണൈറ്റഡ് തയ്യാറാണ്. പക്ഷെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ യുണൈറ്റഡിന്റെ താല്പര്യം തന്നെയാണ്. കാരണം യുണൈറ്റഡ് പോലത്തെ ഒരു ബിഗ് ക്ലബ്ബ് വന്ന് വിളിക്കുമ്പോൾ ഏതൊരു പ്ലെയറിനും ഒരു ചാഞ്ചാട്ടം കാണും. കാരണം ഇപ്പൊ ഏത് ക്ലബ്ബിൽ കയറണം, ന്യൂക്കാസിൽ യുണൈറ്റഡ് ആണെങ്കിൽ ബിഗ് ഓഫർ വെച്ചിട്ടുണ്ട്. യുണൈറ്റഡ് ആണെങ്കിൽ വേൾഡിലെ തന്നെ നമ്പർ 1 ക്ലബ്ബുള്ള ഒരു ക്ലബ്ബാണ്. ആ ഒരു ക്ലബിന് വേണ്ടി കളിക്കുന്നതെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഏത് ക്ലബിന് വേണ്ടി സൈൻ ചെയ്യണം, അത് യാതൊരു പ്ലെയറിനും വരുന്ന ഒരു ടെൻഷൻ തന്നെയാണ്. ഇപ്പൊ നിലവിൽ ന്യൂക്കാസിൽ യുണൈറ്റഡ് ആണ് പെട്ടിട്ടുള്ളത്. അപ്പം ഷെഷ്ക പഠിക്കുന്നു, 2 പ്രോജക്റ്റുകൾ പഠിക്കുന്നു. യുണൈറ്റഡിന്റെ പ്രോജക്റ്റാണ് കൂടുതൽ താല്പര്യമെന്ന് കേൾക്കുന്നു. അപ്പൊ ആ ഒരു പാനിക്ക് കാരണമാണ് ന്യൂക്കാസിൽ യുണൈറ്റഡ് ഇസാക്കിന്റെ ആ ഒരു ഡീലിന്റെ ഇതുവരെയും നല്ലൊരു തീരുമാനം എടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഷെഷ്കോയുടെ ഡീൽ കൊളാപ്സ് ആവുകയാണെങ്കിൽ ന്യൂക്കാസിൽ യുണൈറ്റഡ് പെട്ടു. കാരണം നല്ലൊരു സ്ട്രൈക്കർ ഇല്ലാതെയാവും. അപ്പം ആ ഒരു ഷെഷ്കോയുടെ ആ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്ന് ഇസാക്കിന്റെ ഒരു ഇതും വരാത്തത്. അതൊരു ഡിലേ ആവുന്ന കാര്യത്തിൽ ഇനിയിപ്പം ന്യൂക്കാസിൽ യുണൈറ്റഡ് സമ്മതം മൂളിയാൽ മാത്രമേ ഇസാക്കിന്റെ ഡീല് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു ബിഡിന് വേണ്ടി ലിവർപൂൾ ശ്രമിക്കുന്നില്ല. ലിവർപൂളിന് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ന്യൂനസിന് വേണ്ടി അൽ ഹിലാൽ ഒഫീഷ്യലായിട്ട് കോൺടാക്ട് ചെയ്തു. ന്യൂനസ് അൽ ഹിലാലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അൽ ഹിലാൽ ഒരു ഓഫർ വയ്ക്കാൻ പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. സൗദിയിലേക്കാണ് ന്യൂനസ് പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ആ കിറ്റിന്റെ ഇതിലൊന്നും ന്യൂനസിന്റെ ഇത് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അൽ ഹിലാലിന്റെ ഭാഗത്തു നിന്ന് ഒരു 70 മില്യന്റെ ഓഫർ പ്രതീക്ഷിക്കാമെന്ന് കേൾക്കുന്നുണ്ട്. അത് നേരത്തെ ലിവർപൂൾ പറഞ്ഞു. കാരണം നപ്പോളി ഇതേപോലെ ന്യൂനസിന് വേണ്ടി വന്നപ്പോൾ 60 മില്യൺ 65 മില്യൺ ഒക്കെ പറഞ്ഞു.
അപ്പൊ അതുകൊണ്ട് അൽ ഹിലാൽ ഒരു 70 മില്യണൊക്കെ ഓഫർ ചെയ്യുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു താരം ടൈലർ മോർഗൻ എന്ന് പറയുന്ന ടീനേജർ ലിവർപൂൾ വിട്ടു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ലിയോണുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. 15 മില്യൺ ലിവർപൂൾ ചോദിക്കുന്നത്. ഓൾറെഡി തന്നെ 120 മില്യന്റെ സൈനുകൾ സെല്ല് ലിവർപൂൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നൂനസിലൂടെയും ടൈലർ മോർഗനിലൂടെയും എന്തായാലും ഒരു 100 മില്യൺ അടുപ്പിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നല്ലൊരു സെയിൽ തന്നെ ഒരു സമ്മറിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുവഴി ലിവർപൂളിന് ഇനിയിപ്പോൾ ഒരു CB വരാനും CBനെ സൈൻ ചെയ്യാനും ലിവർപൂൾ സാധ്യത ഏറെയാണ്. കാരണം ഇസാക്കിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ലിവർപൂൾ തയ്യാറാണ്. അതുപോലെ ഒരു CBക്ക് വേണ്ടിയും ലിവർപൂൾ തയ്യാറാണ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ യുണൈറ്റഡ് ഇപ്പൊ ബെഞ്ചമിൻ ഷെഷ്കയ്ക്ക് വേണ്ടിയാണ് മുന്നിലുള്ളത്. ഒരു സ്വാപ്പ് ഡീലിന് ശ്രമിക്കുന്നുണ്ട്. ഹോയ്ലൻഡിന് ലൈപ്സിംഗിന് താല്പര്യമാണ്. കാരണം ഷെഷ്കോ എന്തായാലും ലൈപ്സിംഗ് വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ലൊരു പ്ലെയറിനെ അവിടെ കൊണ്ടുവരണം. അപ്പോൾ ഹോയ്ലൻഡിലാണ് ഏറ്റവും ഒരു മെയിൻ ടാർഗറ്റ് ആയിട്ട് ലൈപ്സിംഗ് വെച്ചിട്ടുള്ളത്. ഒരു സ്വാപ്പ് ഡീലിലാണ് യുണൈറ്റഡ് ശ്രമിക്കുന്നത്. അതുവഴി ഒരു കുറച്ച് പൈസയൊക്കെ ലാഭിക്കാൻ സാധിക്കുമല്ലോ. അപ്പം മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം ആന്റണിക്ക് വേണ്ടി നേരത്തെ അൽ നസർ ഒരു കോണ്ടാക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഓഫറുകളൊന്നും വന്നില്ല. ആന്റണി ഇപ്പോൾ 50 മില്യൺ യുണൈറ്റഡ് ചോദിക്കുന്നത്. അതുവഴി ഒരു സെയിൽ വഴി നല്ലൊരു എമൗണ്ട് റൈസ് ചെയ്യാനും യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട്. അപ്പം നിലവിൽ റയൽ ബേറ്റിസിലോട്ട് പോകാനാണ് ആന്റണി താല്പര്യം. റയൽ ബേറ്റിസിന് താല്പര്യമുണ്ട്. പക്ഷെ ആ ഒരു എമൗണ്ട് ഒരിക്കലും റയൽ ബേറ്റിസ് കൊണ്ട് താങ്ങാൻ സാധിക്കില്ല. 50 മില്യൺ കുറഞ്ഞ ഒരു കളിക്കും യുണൈറ്റഡ് ഇല്ല. അതുപോലെ തന്നെ ഗർണാച്ചോക്ക് ഇപ്പൊ ചെൽസി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ രംഗത്തുണ്ട്. 30 മില്യണൊക്കെ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഗർണാച്ചയ്ക്കും ചെൽസിക്ക് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് ഗർണാച്ചയുടെ ആഗ്രഹവും താല്പര്യവും. ഗർണാച്ചയ്ക്ക് ഇതേപോലെ പ്രീമിയർ ലീഗ് വിട്ടു പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. മറ്റ് 2-3 ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുണ്ട്. ആസ്റ്റൺ വില്ല, ടോട്ടനം പോലത്തെ ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു താരം സാഞ്ചോയ്ക്ക് വേണ്ടി നിലവിൽ പഴയ ക്ലബ്ബായ ഡോർട്ട്മുണ്ട് തന്നെ ശ്രമിക്കുന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. നിലവിൽ നേരത്തെ യുവന്റസും അതുപോലെ തന്നെ നാപ്പോളിയൊക്കെ രംഗത്തുണ്ടായിരുന്നു. 25 മില്യനാണ് ചോദിച്ചത്. അത് തന്നെയാണ് ഡോർട്ട്മുണ്ടും നൽകാൻ പോകുന്നെന്ന വാർത്തകൾ കേൾക്കുന്നത്. തിരിച്ച് ഡോർട്ട്മുണ്ടിൽ നിന്ന സമയത്തുള്ള ഒരു സാഞ്ച് നമുക്ക് അറിയാന്നുള്ളത്. നല്ല കൂളായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ, ചാമ്പ്യൻസ് ലീഗിൽ പോലും നല്ല തരം കളിച്ച പ്ലെയർ. പക്ഷെ പ്രീമിയർ ലീഗിൽ വന്നപ്പോൾ എല്ലാ തരത്തിലും ഫ്ലോപ്പായി പോയി. ഇപ്പം ഡോർട്ട്മുണ്ട് തന്നെയാണ് തിരിച്ച് റീസൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ അതിലൂടെ നല്ലൊരു എമൗണ്ട്. കാരണം ഇപ്പം ഇപ്പം ആന്റണി വിൽക്കുകയാണെങ്കിൽ 50 മില്യൺ, ഗർണാച്ചയ്ക്ക് 30 മില്യൺ കുറഞ്ഞൊന്നും വരില്ല. 30 മില്യൺ കൂടുതൽ യുണൈറ്റഡ് ചോദിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സാഞ്ചോ. അപ്പൊ നല്ലൊരു എമൗണ്ട് റൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ യുണൈറ്റഡ് മറ്റൊരു കാര്യം കേൾക്കുന്നത് വെച്ചാൽ ഗോൾ കീപ്പർ. എന്തായാലും യുണൈറ്റഡിന് ഒരു ഗോൾ കീപ്പർ വേണമല്ലോ. നിലവിൽ എമിലാനോ മാർട്ടിനസിന് വേണ്ടി ഇപ്പം യുണൈറ്റഡ് ശ്രമിക്കുന്നില്ല. 2 പേര്, ലാമൻസ് എന്ന ആൻഡ്രോപ്പിന്റെ ടീനേജറും ഇപ്പം ഒരു ബിഗ് പേര് തന്നെ കേൾക്കുന്നുണ്ട്, ഡണ്ണറൂമ. അദ്ദേഹം PSG പുതിയ കരാർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി വിസമ്മതിച്ചിട്ടുണ്ട്. ഇപ്പം യുണൈറ്റഡ് ഒഫീഷ്യലായിട്ട് കോണ്ടാക്ട് ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് കേൾക്കുന്നത്. ഇപ്പോൾ ലോകത്തിന്റെ ലോകത്തിലെ തന്നെ ഒരു പിടി ഗോൾ കീപ്പർ എടുത്താൽ ഒരു 5 സ്ഥാനങ്ങളിൽ ആ ഒരു സ്ഥാനത്തിലകം വരുന്ന ഒരു ഗോൾ കീപ്പറാണ് ഡണ്ണറൂമ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ യുണൈറ്റഡ് ഒഫീഷ്യലായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ഇത് എന്തായാലും യുണൈറ്റഡ് നെക്സ്റ്റ് സീസണിന് വേണ്ടി നല്ല തയ്യാറെടുക്കുന്നത്. കാരണം ക്വാളിറ്റിയുള്ള സൈനിങ്ങൾ ഓൾറെഡി നടത്തി. 2-3 ഇനിയിപ്പോ നിലവിൽ കേൾക്കുന്ന വെച്ചാൽ ഒരു മിഡ്ഫീൽഡർ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. യുണൈറ്റഡ് ഒരു നല്ലൊരു മിഡ്ഫീൽഡറിനും കൂടി പോകുവാനുള്ള ചാൻസ് ആണ് കേൾക്കുന്നത്. മറ്റൊന്ന് കേൾക്കുന്നത് വെച്ചാൽ പൗലിനിയ ഇപ്പൊ ടോട്ടനത്തിന് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട്. 1 വർഷത്തെ ലോണിലാണ് ആശാൻ സൈൻ ചെയ്തത്. വിൻസെന്റ് കോമ്പനി ബയൺ മ്യൂണിക്കിന് വേണ്ടി സൈൻ ചെയ്തു. പക്ഷെ ആവശ്യമായ ടൈമുകൾ അദ്ദേഹത്തിന് കിട്ടിയില്ല. കാരണം പ്രീമിയർ ലീഗിൽ നിന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു പൗലിനിയ. പക്ഷേ ബയൺ മ്യൂണിക്കിൽ പോയതിനു ശേഷം അദ്ദേഹം തിളങ്ങിയില്ല. ഇപ്പൊ നിലവിൽ ഫ്രാങ്ക്, ടോട്ടനത്തിന്റെ കോച്ച്, ഇപ്പം തോമസ് ഫ്രാങ്ക് ടോട്ടനത്തിന് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട് 1 വർഷത്തെ ലോണില്. ഇപ്പം ബൈബ്രാക്ക് ക്ലോസും ഉണ്ട്. 30 മില്യൺ കൊടുത്ത് സൈൻ ചെയ്യാനുള്ള ഇതല്ല, ഗ്യാരണ്ടി അല്ല, അതിന് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു പ്രൈസ് സൈൻ ചെയ്യാനുള്ള ഒരു ഇതും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, ചെൽസി ഓൾറെഡി ജോറൽ ഹാറ്റെ സൈൻ ചെയ്തു. സാവി സിമൻസിന് വേണ്ടി ചെൽസി രംഗത്തുണ്ട്. സാവി സിമൻസ് ഇപ്പോൾ ലൈപ്സിംഗിന്റെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ പ്രൊഫൈലിൽ നിന്നും ലൈപ്സിംഗിന്റെ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ സ്പെക്കുലേഷൻ കേൾക്കുന്നുണ്ട്. ചെൽസിക്ക് വേണ്ടിയാണ് അദ്ദേഹം സൈൻ ചെയ്യാൻ പോകുന്ന സ്പെക്കുലേഷൻ കേൾക്കുന്നുണ്ട്. കാരണം നേരത്തെ ബയൺ മ്യൂണിക്ക് ഒന്ന് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ചു. അപ്പോൾ ചെൽസിക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം സൈൻ ചെയ്യുള്ളൂ. അപ്പം ഇങ്ങനെയാണ് കുറെ വാർത്ത കേൾക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടതാണ് നമ്മൾ റോഡ്രിഗോയുടെ പേര്. സമ്മറിലൂടെ ഈ ഒരു റയൽ മാഡ്രിഡ് വിടാനുള്ള ചാൻസ് ഏറെ നമ്മൾ കേട്ടത്. ഇപ്പം നിലവിൽ കേൾക്കുന്ന വെച്ചാൽ റോഡ്രിഗോയ്ക്ക് റയൽ മാഡ്രിഡ് വിടാൻ താല്പര്യമില്ല. ഇപ്പം റയൽ മാഡ്രിഡ് തുടരാൻ തന്നെയാണ് അദ്ദേഹത്തിന് താല്പര്യവും. അദ്ദേഹം ക്ലബിനോടും അറിയിച്ചു.
അപ്പോൾ റോഡ്രിഗോ ഇപ്പം അടുത്ത സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കും എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എത്രമാത്രം സത്യമാവുമെന്ന് അറിയില്ല. മറ്റൊന്ന് മസ്റ്റാന്റീനിയോ, അദ്ദേഹം ഇപ്പം റയൽ മാഡ്രിഡിന് പറഞ്ഞിട്ടുണ്ട്. റയൽ മാഡ്രിഡ് നമ്മൾ കേട്ടതാണ്, ക്ലബ് വേൾഡ് കപ്പിന് മുമ്പേ അദ്ദേഹം സൈൻ ചെയ്തു. ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞ് റയൽ മാഡ്രിഡിലേക്ക് അദ്ദേഹം ചേരുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡിലേക്ക് പുറപ്പെട്ട പിക്ചറുകൾ നമ്മൾ കണ്ടതാണ്. അപ്പം ഉടനെ തന്നെ റയൽ മാഡ്രിഡ് സ്ക്വാഡുമായി അദ്ദേഹം ചേരും, റയൽ മാഡ്രിഡ് അദ്ദേഹം പ്രസന്റ് ചെയ്യപ്പെടും. അപ്പം ഇങ്ങനെയാണ് വാർത്തകൾ കേൾക്കുന്നത്. കാരണം ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ വരും 4 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം തിടുക്കപ്പെട്ടും വളരെയധികം സീരിയസ് ആയിട്ടാണ് ക്ലബ്ബുകൾ ഓരോരോ പ്ലേയേഴ്സിന് വേണ്ടി രംഗത്തുള്ളതും സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം.